ഇനി പറഞ്ഞു ഒരു ഹസ്ബൻഡ് റോൾ ഹസ്ബൻഡ് റോൾ ഇവിടെയൊക്കെ പറയും കേൾക്കണം. എന്താ ഹസ്ബൻഡ് റോൾ? കുട്ടികളെ വഴിക്കേണ്ടത്. ഓക്കെ, എന്താ ഹസ്ബൻഡ് റോൾ? കറക്റ്റായിട്ട് നോക്കി പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. കുടുംബത്തെ സൂക്ഷിക്കുക. കിരീടം എടുത്ത ആളോട് പറയാം ഹസ്ബൻഡ് റോൾ. പിന്നെ റെസ്പോൺസിബിലിറ്റി എടുക്കും. റെസ്പോൺസിബിലിറ്റി എടുക്കാത്ത കിരീടത്തിന് ആർക്കാണ്? ആർക്കാണ്? ചില വീടുകളിലൊക്കെ കയറി ചിലപ്പോൾ റൊമാൻസ് അറിയാതെ അറിയാനായിട്ട് പോലും എന്തുകൊണ്ടാ റെസ്പോൺസിബിലിറ്റി എടുക്കാത്ത കിരീടത്തിന് അവസ്ഥയാണ്. ഹസ്ബൻഡ് റോളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഭർത്താവിന്റെ റോളായിരിക്കും. ഒന്നും വേണ്ടേ? കാരണം കപ്പി പഠിച്ച് പാത്രമായിട്ട് കാര്യം ചെയ്യുന്ന മതിയല്ലേ? ഭാഗ്യമാണ്. ഇവിടെ എത്ര ചെയ്താലും പോരാ. പറഞ്ഞു അനു പറഞ്ഞു ഇപ്പൊ എല്ലാം പറഞ്ഞു. പിന്നെ പിന്നീട് നമുക്ക് പറയണം. ഒരു ഫാമിലി കേൾക്കുകയോ വേറെ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ഹസ്ബൻഡ് എന്ന് പറയുന്നത് ലീഡർ ഉള്ളതാണ് അല്ലെ? നമുക്കറിയാം ഏതൊരു ഗ്രൂപ്പിന്റെ ലീഡർ എന്ന് പറയുന്നത് ലീഡർ എന്ന് പറയുന്ന ഗ്രൂപ്പ് അംഗങ്ങളിൽ ഒരാളാണെങ്കിൽ പോലും ഗ്രൂപ്പ് അംഗങ്ങളെക്കാളും വ്യത്യസ്തമായിട്ടുള്ള ക്വാളിറ്റികളോടാണ് ആ ലീഡർ അല്ലെ? ഗ്രൂപ്പ് അംഗങ്ങളെക്കാളും വ്യത്യസ്തമായിട്ടുള്ള ക്വാളിറ്റി ആയിരിക്കപ്പോഴും ഉണ്ടാകും. ഞാൻ മനസ്സിലാക്കിയ ഗ്രൂപ്പ് ലീഡർ എന്ന് പറയുമ്പോൾ അയാൾക്ക് ഒന്നാമത്തെ ലീഡർ വിഷൻ അല്ലെ? ഒരു കാഴ്ചപ്പാടുണ്ട്. ജീവിതത്തെ പറ്റി ഒരു കാഴ്ചപ്പാട് ഉണ്ടായി. ഇത് ഉച്ചയ്ക്ക് പുറത്തേക്ക് അഡ്മിഷൻ മേടിക്കാൻ പോകുമ്പോഴല്ല അയാൾ പഠിച്ച ഫീസെ പറ്റി ചിന്തിക്കുന്നത്. അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അയാൾ നേരത്തെ തന്നെ അതിനെ പറ്റി അഡ്മിഷൻ മേടിക്കണം, പോകണം, ചേർക്കണം എന്നുള്ള തോന്നലേ ഉണ്ടാകും. അപ്പൊ ഫാമിലി എല്ലാ കാര്യത്തിലേക്ക് വിഷൻ ഉണ്ടാകും. രണ്ടാമത് കുടുംബത്തിലെ ലീഡറിന്റെ ഏറ്റവും വലിയ റോൾ എന്താണ്? എല്ലാവരും ഐഡന്റിറ്റി കൊണ്ടുപോകാൻ ലീഡർ ടീമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ടീമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ചില ക്വാളിറ്റീസ് ലീഡറുണ്ടാകും. അതായത് ഒന്ന് അതിന്റെ തീരുമാനം എടുക്കാൻ കഴിവുണ്ടാവും. നമ്മളിപ്പോ ഒരു പഞ്ചായത്ത് ഓഫീസിൽ അല്ലെ അവിടെ മുന്നിരിക്കുന്ന മെയിനായിട്ടുള്ള ആളായിരിക്കും മുന്നിരിക്കും. ക്ലർക്കുമാരുടെ ആൾക്കാരായിരിക്കും. നമ്മൾ ഫ്രണ്ടിൽ പോയി ചെയ്യിക്കാം, സെക്രട്ടറി ചെയ്യാം. കാരണം ഇന്ത്യ ഒരു ടീം കൊണ്ടുള്ള എല്ലാം ചെയ്യും. അതുപോലെ അത് രണ്ടാമത്തെ കാര്യം ചെയ്തിട്ടുണ്ട്. അത് ചോദിക്കും അത് പറയും. അപ്പൊ നമ്മൾ അടുത്ത വർഷം നമ്മൾ നേരെ പറഞ്ഞത് അത് നമുക്ക് മനസ്സിലാകും. ഞാനിപ്പൊരു കാര്യം. അപ്പൊ ഇത് തന്നെയാണ് ഫാമിലിയിൽ സംഭവിക്കുന്നത്. ഇപ്പം പ്രശ്നങ്ങൾ നമ്മൾ കോടതിയിലൊക്കെ കാണുന്നതല്ല. ഹസ്ബൻഡിനോട് ഒരു കാര്യം പറഞ്ഞാൽ ഒരു കാര്യത്തിന് തീരുമാനം ഇല്ല. ഞാൻ എന്റെ ഹസ്ബൻഡ് പറയുന്നത് ചെവിക്കേണ്ടത് അതുപോലെ ചെവിക്കേണ്ട സാധാരണ ഉണ്ടാകാറുണ്ട്. ചെവിക്ക്